ഹായ്. ചില സമയങ്ങളിൽ ഒരു ദൈവപൈതൽ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലയുള്ള സാഹചര്യങ്ങളിൽ കൂടിയായിരിക്കാം. നമുക്ക് അത് എങ്ങനെ പരിഹരിക്കണമെന്നറിയില്ല. നമ്മൾ പലരെ സമീപിക്കും, ചിലരുടെ സൊല്യൂഷൻ ചോദിക്കും. അവർക്കൊന്നും അതിന് ശരിയായൊരു സൊല്യൂഷൻ പറഞ്ഞു തരാനും പറ്റില്ല. ഇനി അഥവാ പറഞ്ഞു തന്നാലും നമുക്കതൊന്നും ഫലമുണ്ടാവുകയില്ല. നമ്മളോർക്കും, അയ്യോ, ഞാൻ മാത്രമാണ് ഇതുപോലൊരു സാഹചര്യത്തിൽ കടന്നു പോകുന്നത്, എന്നെ ആരും കാണുന്നില്ല, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയെന്നെല്ലാം ചിന്തിക്കും. നിങ്ങൾക്കറിയാമോ, നമ്മൾ പല കാര്യങ്ങളിൽ തിരക്കിട്ട് ഓടുകയും പലരോടും കൂടെ നടക്കുകയൊക്കെ നമ്മൾ ഭയങ്കര ബിസി ആയിരിക്കും. ആ സമയങ്ങളിൽ നമ്മൾ ദൈവം പറയുന്നതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുകയോ, ദൈവം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കേൾക്കാൻ മെനക്കെടുകയോ, ദൈവം പഠിപ്പിക്കാൻ ആഗ്രഹിക്കാൻ നമ്മൾ പഠിക്കാൻ നിൽക്കുകയൊന്നും ചെയ്യില്ല. ചില ഏകാന്തതകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഓർക്കണം, ഇത് ആൾക്കും പറ്റാത്ത രീതിയിലുള്ള സാഹചര്യമല്ല. ദൈവം കൂടെ അറിഞ്ഞിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ വരുന്നത്. ദൈവം അനുവദിച്ചിട്ടാണ്. ഈ സാഹചര്യങ്ങളിൽ ദൈവവും മാത്രമായിരിക്കാൻ ആഗ്രഹിക്കുന്നു. എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാനുള്ള പരിജ്ഞാനവും കരുത്തും ആത്മശക്തിയും തിരിച്ചറിവും എല്ലാം ഉണ്ടാവുകയുള്ളൂ. ആ സമയങ്ങളിൽ നമ്മൾ മനുഷ്യരെ തന്നെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് നമുക്ക് ഉയരാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്ന സങ്കീർത്തനം നമ്മൾ ഏറ്റവും പരിചിതമായ ഒരു വചനമുണ്ട്. 46-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം എല്ലാവർക്കും അറിയാം. നമ്മൾ പറയാറുണ്ട്, ദൈവം നമ്മുടെ സങ്കേതം ബലവും ആകുന്നു. ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം നമ്മുടെ സംഗീതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ദൈവം ഏതൊരു കാര്യത്തിനും നമ്മുടെ ഷെൽട്ടറാണ്, സങ്കേതമാണ്. നമ്മൾ ബലമില്ല എന്ന് ഓർക്കുന്നത് ദൈവം നമുക്ക് ബലമാണ്. അതുപോലെ നമ്മൾ കഷ്ടങ്ങൾ വരുമ്പോൾ അവർക്ക് എൻ്റെ കൂടി ഇല്ല, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ആരും എന്നെ ഹെൽപ്പ് ചെയ്യാനില്ല, ഞാൻ പ്രതീക്ഷിച്ചവരൊക്കെ എന്നെ വിട്ടുപോയി. ചിലപ്പോൾ നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ ഇടും, നോബഡി ഈസ് ദർ, എല്ലാവരും എന്നെ ലീവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ്. അതങ്ങനെ വേണം. കാരണം അപ്പോഴേ ദൈവത്തിന് കഷ്ടങ്ങൾ നമ്മുടെ ഏറ്റവും അടുത്ത തുണിയായിരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടത്, നിങ്ങൾ വലിയൊരു ദൈവപൈതൽ എന്ന നിലയിൽ നിങ്ങൾ വചനാടിസ്ഥാനത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ ഒറ്റപ്പെട്ടല്ല ഇരിക്കുന്നത്. മനുഷ്യരാണ് നിങ്ങളിൽ നിന്ന് മാറിയിരിക്കുന്നത്. പകരം ദൈവം നിങ്ങളുടെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കും. നമ്മളൊന്ന് പതുക്കെ വിസ്പർ ചെയ്താൽ, പതുക്കെ മന്ത്രിച്ചാൽ പോലും ദൈവത്തിന് കേൾക്കാം. അത്രയും അടുത്തേക്ക് ദൈവം നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ധൈര്യപ്പെട്ടിരിക്കുക. നിങ്ങൾക്ക് പറയാനുള്ള ദൈവത്തോട് ഷെയർ ചെയ്യാൻ നിങ്ങൾ ഒരിടവും തേടിപ്പോണ്ട, ഒത്തിരി പൈസ ചിലവാക്കി പോകണ്ടെന്ന് സ്വന്തം നിങ്ങളുടെ ആ സമയങ്ങളിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത് നിങ്ങളൊന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടി ദൈവം നിങ്ങളുടെ ഏറ്റവും അടുത്ത തുണയുണ്ട്. അതിന് ധൈര്യപ്പെട്ടിരിക്കുക. ദൈവവുമായിട്ട് നിങ്ങളുടെ ഹൃദയത്തിലെ കാര്യങ്ങളെ പകരുക. ഹന്നയൊക്കെ പറയാം, അവളുടെ ഹൃദയത്തെ പകരുക എത്ര ചെയ്തതെന്ന് പറയുന്നുണ്ട്. അതുപോലെ ദൈവത്തോട് ഷെയർ ചെയ്യുക, ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പറയുന്നതോടൊപ്പം ദൈവം പറയുന്ന കേൾക്കാനും കൂടെ കാതുകൾ തുറന്നിരിക്കുക. തീർച്ചയായിട്ടും ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാൻ ദൈവം നിങ്ങളെ സഹായിക്കും. അത് അടുത്ത ദിവസങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്ന അടുത്ത നിലവാരങ്ങളിലേക്ക് ഉയരുവാൻ, ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഇനിയുള്ള കാര്യങ്ങളെ ഫേസ് ചെയ്യുവാൻ, അവിടെ പരാജയപ്പെട്ടുക ജയത്തോടെ മുന്നേറുവാനുള്ള ബലമായിരിക്കും, കൃപയായിരിക്കും, പരിജ്ഞാനമായിരിക്കും, വിവേചനമായിരിക്കും, ദൈവത്തിന് വലിയ അനുഗ്രഹമായിരിക്കും. അതുകൊണ്ട് സന്തോഷത്തോടെ, സഹിഷ്ണുതയോടെ ദൈവം എനിക്ക് നല്ലത് വെച്ചിരിക്കുന്നു എന്ന ഉറപ്പുള്ള വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. Amen. Thank you.